Now let me ask you a question. ഇതിനെ നിങ്ങൾ എങ്ങനെയാ ഫേസ് ചെയ്യുന്നത്? എങ്ങനെയാ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഫേസ് ചെയ്യാൻ പോകുന്നത്? ഹേ പ്രഗ്നന്റ് മോംസ് ആൻഡ് ന്യൂ മോംസ്, നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ അതല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹൈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിലൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുക, ചില സമയത്ത് സങ്കടം, ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് വല്ലാത്തൊരു ഭയം, ഇൻസെക്യൂർ ഫീലിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. നൗ ലെറ്റ് മീ ആസ്ക് യു ക്വസ്റ്റ്യൻ. ഇതിനെ നിങ്ങൾ എങ്ങനെയാ ഫേസ് ചെയ്യുന്നത്? എങ്ങനെയാ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഫേസ് ചെയ്യാൻ പോകുന്നത്? ചുറ്റുള്ളവരോട് ദേഷ്യം വരുമ്പോൾ അവരോട് ദേഷ്യം കാണിക്കുക, സങ്കടം വരുമ്പോൾ അവരുടെ സങ്കടം തീർക്കുക, ആ രീതിയിലാണോ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണോ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും അങ്ങനെ അല്ലായിരിക്കാം ആഗ്രഹിക്കുന്നത്, പക്ഷെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഐഡിയ ഉള്ള, അത്യാവശ്യം അറിവുള്ള, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റർ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈൻഡ് എ മെന്റർ. താങ്ക് യു സോ മച്ച്.